സീറോ മലബാർ സഭയ്ക്ക് പാത്രിയാർക്കേറ്റ് പദവി ലഭിക്കാൻ പോകുന്നു എന്ന വാർത്ത അടുത്ത ദിവസങ്ങളിലായി വ്യാപകമായി തന്നെ പ്രചരിക്കുകയാണ്. മേജർ ആർച്ച് ബിഷപ്പും ബിഷപ്പ് ആംബ്ലാനിയും റോമിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ അഭ്യൂഹങ്ങൾ പരക്കുന്നത്. സ്വാഭാവികമായും ഇത് അഭിമാനത്തിന്റെയും ആഹ്ലാദത്തിന്റെയും കാരണമായി രൂപതയിൽ പലർക്കും തോന്നാം. എന്നാൽ സഭയുടെ നിലവിലെ ഭരണ സാഹചര്യവും ആഭ്യന്തര സംഘർഷങ്ങളും വിലയിരുത്തുമ്പോൾ ഈ പദവി പ്രതീക്ഷിക്കുന്നത് പോലെ ആശ്വാസകരമാകുമോ എന്ന കാര്യത്തിൽ ചില സംശയങ്ങളുണ്ട്. അതുകൊണ്ട് ഗൗരവകരമായ സംശയം തന്നെയാണ്. ഒരു കാര്യം ഓർക്കേണ്ടത്, പാത്രിയാർക്കി സ്ഥാനം ഏറ്റുകഴിഞ്ഞാൽ പഴയതും പുതിയതുമായ എന്ത് പ്രശ്നമുണ്ടെങ്കിലും അത് പരിഹരിക്കേണ്ടത് ഇവിടെയാണ്. സീറോ മലബാർ സഭയിലെ നിലവിലൊരു മേജർ ആർപ്പി എപ്പിസ്കോപ്പൽ സഭ എന്ന പദവിയിലാണ് ഇപ്പോൾ ഉള്ളത്. കാനൂൻ നിയമപ്രകാരം ഈ പദവി പല കാര്യങ്ങളിലും പാത്രിയാർക്കേറ്റിനോട് സമാനമാണ്. പക്ഷേ പാത്രിയാർക്കേറ്റിന് സഭാഭരണത്തിൽ കൂടുതൽ പ്രതീകാത്മകവും പ്രായോഗികവുമായ സ്വാതന്ത്ര്യവും അധികാര കേന്ദ്രവും ഉണ്ടെന്നത് വളരെ വ്യക്തമായ ഒരു കാര്യമാണ്. പാത്രിയാർക്കീസിന് തന്റെ സഭയിലെ മെത്രാപ്പോലിത്തമാർ, മെത്രാന്മാർ, വൈദികന്മാർ, വിശ്വാസികൾ ഇവരോട് ബന്ധപ്പെട്ട് വളരെ ഗൗരവമായ സുപ്രധാനമായ അധികാരങ്ങളാണുള്ളത്. എന്നാൽ ഈ അധികാരം പൗരസ്ത്യ സഭകളുടെ കാനൂൺ നിയമത്തിനും മാർപ്പാപ്പ അംഗീകരിച്ചിരിക്കുന്ന പ്രത്യേക നിയമങ്ങൾക്കും വിധേയമായിട്ട് വിനിയോഗിക്കാനുമാകും. പാശ്ചാത്യ സഭയിൽ എല്ലാവിധ അധികാര അവകാശങ്ങളോടും കൂടിയ പാശ്ചാത്യ സഭ പാത്രിയാർക്കീസ് അത് റോമൻ മാർപ്പാപ്പ തന്നെയാണ്. മാർപ്പാപ്പയുടെ അനുമതിയോടെ ഒരു പ്രതിനിധിയെ റോമിൽ നിയമിക്കാൻ പാത്രിയാർക്കീസിന് അവകാശമുണ്ട്. ഇപ്രകാരം നിയമിക്കപ്പെടുന്ന ഒരു വ്യക്തി ആ സഭയുടെ റോമിലെ വിവിധ കാര്യാലയങ്ങളുടെയും ഇടയിലെ മധ്യവർത്തിയായാണ് പ്രവർത്തിക്കേണ്ടത്. പാത്രിയാർക്കീസിനെ നിയമിക്കാനുള്ള പൂർണ്ണമായ അധികാരം മെത്രാന്മാരുടെ സിനഡിന് മാത്രമാണ്. തെരഞ്ഞെടുപ്പിനുള്ള സിനഡ് കൂടിക്കഴിഞ്ഞ് 15 ദിവസത്തിനുള്ളിൽ പാത്രിയാർക്കീസിനെ തിരഞ്ഞെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ പുതിയ പാത്രിയാർക്കീസിനെ എങ്ങനെ തിരഞ്ഞെടുക്കണമെന്ന് നിശ്ചയിക്കാനുള്ള അധികാരം അത് മാർപ്പാപ്പയ്ക്ക് മാത്രമായിരിക്കും. ഇപ്പോഴത്തെ രീതി കണ്ടിട്ട് പാത്രിയാർക്കീസ് നിയമനം റോമിൽ തന്നെ, അവിടെ മാർപ്പാപ്പ തന്നെ ആ നിയമനം എവിടെയാണോ ആരെയാണോ നടത്താനാണ് സാധ്യത. ചുരുക്കി പറഞ്ഞാൽ മാർപ്പാപ്പയുടെ തൊട്ടു താഴെയുള്ള അദ്ദേഹത്തോട് ചേർന്നിരിക്കാനുള്ള അധികാര കേന്ദ്രമാണ് പാത്രിയാർക്കേറ്റ്. കേരളത്തിലെ സാഹചര്യത്തിൽ ഒരു വ്യക്തിക്ക് മാത്രമേ അതുകൊണ്ട് ഗുണം ലഭിക്കൂ എന്നാണ് വളരെ വ്യക്തമായി തോന്നുന്നത്. കാരണം ഇവിടെ രണ്ട് വിഭാഗങ്ങളായി ഇപ്പോഴും കുർബാനയുടെ പേരിൽ തമ്മിലടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ വിവിധ തലങ്ങളിലേക്ക്, വിവിധ രൂപതകളിൽ കടക്കുമെന്നാണ് ഏറ്റവും സംശയം ഇപ്പോൾ ഉറഞ്ഞുകൂടുന്നത്. ഇപ്പോൾ തന്നെ പ്രബലരായ 2 ഗ്രൂപ്പുകൾ പ്രകടമായി സഭാ നേതൃത്വത്തിനെതിരെ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഒന്നല്ല 2 ഗ്രൂപ്പ്. പ്രശ്ന പരിഹാരത്തിനായി ഇനി റോമിലേക്ക് ചെല്ലാനുമാകില്ല. മാർപ്പാപ്പ അയച്ച പ്രതിനിധിയുടെ മുഖത്തേക്ക് കുപ്പി എറിഞ്ഞവർ ഇപ്പോഴും ഇവിടെ സജീവമായി എറണാകുളം, അങ്കമാലി അതിരൂപതയിലുണ്ട്. ഈ പശ്ചാത്തലത്തിൽ സീറോ മലബാർ പാത്രിയാർക്കീസിന് നേരെയും എതിരഭിപ്രായക്കാർ രംഗത്ത് വരും. അടങ്ങിക്കിടക്കുന്ന ചങ്ങനാശ്ശേരി ഗ്രൂപ്പും രംഗത്ത് വരാതിരിക്കില്ല എന്നാണ് ഇപ്പോഴത്തെ സൂചന. കാരണം ഇപ്പോൾ ചങ്ങനാശ്ശേരിയിൽ ഏതാണ്ടൊക്കെ സമാധാനത്തിന്റെ പാതയിലാണ്. പക്ഷെ അതില്ലാതാകുന്ന കാലം വിദൂരമല്ല. അങ്ങനെയാണെങ്കിൽ സീറോ മലബാർ സഭ 3-4 രൂപതകളായി വിഭജിക്കേണ്ടി വരും. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ സങ്കീർണമായ പ്രശ്നം. എന്തായാലും കാത്തിരിക്കാം. പാത്രിയാർക്കീസ് പദവി മാർപ്പാപ്പ കൽപ്പിച്ച് ആർക്ക് നൽകും, അതോ നൽകുമോ നൽകാതിരിക്കുമോ എന്നൊക്കെ അറിയാം.